വിഴിഞ്ഞം തുറമുഖം വിശ്വഭാരതത്തിലേക്കുള്ള കവാടമാകുമെന്ന് പോർട്ട് എം ഡി ദിവ്യ എസ് അയ്യർ. തുറമുഖം തുറക്കുന്നത് പുതിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് 8800 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ എത്തി. ലോകോത്തര കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കിയെത്തും. പ്രതീക്ഷിച്ച ടാർഗറ്റിനും മുകളിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനമെന്നും ദിവ്യ എസ് അയ്യർ ജനൻ ടിവിയോട് പ്രതികരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിശ്വഭാരതത്തിലേക്കുള്ള കവാടമെന്നാണ് തുറമുഖം MD കൂടിയായ ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മുടെ വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെയോ തിരുവനന്തപുരം ജില്ലയുടെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഭാരതത്തിൻ്റെ ഒരു വിശ്വകവാടമാണ്, ഇന്ത്യയുടെ ഒരു വിശ്വകവാടമാണ് വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് തത്തുല്യമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിനെ സമർപ്പിക്കുവാനായിട്ട് ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത്. തുറമുഖത്തെ നിയന്ത്രിക്കുന്നത് ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ്. ഈ നാവിഗേഷൻ സിസ്റ്റം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടുത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ ക്രെയിനുകളുടെ ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ക്രെയിനുകളുടെ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻസ് എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾ നമുക്ക് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ കിടപിടിക്കുന്ന ഒരു മൂല്യം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഭാരതത്തിൽ തന്നെ ആദ്യമായാണ് വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായി നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തിന് വക നൽകുന്ന ഒരു വിഷയമാണ്. തുറമുഖത്തെ സ്ഥിരം ചരക്കുപാതയും നിക്ഷേപങ്ങളുടെ ഗണ്യമായ വർധനവും വരാനിരിക്കുന്ന നല്ല കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ ലോക കടൽ വ്യവസായം വന്നെത്തുന്നത് വിഴിഞ്ഞത്തേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2-ാം തീയതി തുറമുഖം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കും. വലിയൊരു സ്വപ്നമാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്യാമറമാൻ വിജയം സായിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.